നമ്മൾ യൂട്യൂബ് തുറന്നാലോ ഇൻസ്റ്റ തുറന്നാലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് ടേം ഇൻഷുറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ പല ആളുകളുടെ അടുത്തും ഈ ടേം ഇൻഷുറൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു മിക്സറായിട്ടുള്ളൊരു ധാരണയാണുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകം റീപ്ലേസ്മെൻ്റ് ആണ്. ടേം ഇൻഷുറൻസ് ഈസ് ആൻ ഇൻകം റീപ്ലേസ്മെൻറ്റ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻകം റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്തെടുക്കേണ്ടത്, ഒരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകം റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ലാത്തൊരു വ്യക്തിക്ക് ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചില കാറ്റഗറി ആളുകൾക്ക് ടേം ഇൻഷുറൻസ് വേണം എന്നുള്ള നിർബന്ധം ഇല്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4 കാറ്റഗറി ആളുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കും. ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതി, ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല, അത് പ്യുവർലി ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഗ്രൂപ്പുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ്, നിങ്ങൾ ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ ആൾക്കാർ ആരും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് അടുത്ത 20 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് സർവൈവ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള സേവിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി വേറൊരു ടേം ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ സംഗതി, നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള ഫണ്ടിങ് ഫുള്ളി ഫണ്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് ഫുള്ളി സെക്യൂർഡ് ആണെങ്കിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ലോൺസോ മറ്റ് ബാധ്യതകളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ എന്തെടുക്കേണ്ട, ടേം ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 4 കാറ്റഗറി ആളുകൾ വെറുതെ ആവശ്യമില്ലാണ്ട് പൈസ മുടക്കി ഒരു ടേം ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പിറക്കം പായേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 4 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കൊരു മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ ടേം ഇൻഷുറൻസിന് വേണ്ടി മുടക്കുന്ന പൈസ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന സംഗതികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബേസ് പോയിന്റ് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം. ടേം ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇതൊരു പ്യുവർലി സേഫ്റ്റി നെറ്റാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാൻ ചെയ്യുന്ന വ്യക്തികളായിട്ടുള്ള നമ്മൾ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ ആര് മുന്നോട്ട് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ സേഫ്റ്റി ആര് കൊടുക്കും എന്നുള്ള ചോദ്യത്തിനുള്ള കറക്റ്റ് മറുപടിയാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു കറക്റ്റായിട്ട് ടേം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് എത്രയാണ് ടേം ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര ടേം ഇൻഷുറൻസ് കവറേജ് കിട്ടും, ഇനി എത്ര പ്രീമിയമാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത്, എത്ര കാലം അടയ്ക്കണം എന്ന് വരെ, എത്ര വയസ്സ് വരെ ഇതിന് പ്ലാൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ജസ്റ്റ് ഫാമിലി എന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ്